ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന അഭിനന്ദനായ അപ്രയം തിരുമേനി, താഴെ സദസ്സിലിരിക്കുന്ന അഭിനന്ദനായ തേഫിലോസ് തിരുമേനി, വന്യരായ കോർപ്പിസ്കോപ്പമാരെ, റമ്പാച്ചന്മാരെ, കർത്താവിൽ പ്രിയ സഹോദര വൈദികരെ, എവിടെ തുടങ്ങണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അല്പം ഭയത്തോടും വിറയലോടും കൂടിയാണ് നിൽക്കുന്നത്. എങ്കിലും മുഴുവൻ പേരും വന്നിട്ടില്ല എന്നുള്ളത് എനിക്കൊരു ആശ്വാസകരമാണ്. എത്രയും പേരെയും കൂടെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിന് ഒരു ആശങ്കയും അങ്കലാപ്പും ഒക്കെ വർദ്ധിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയം ജനത്തിൻ്റെ പ്രതീക്ഷയും പൗരോഹിത്യവുമാണ്. പൗരോഹിത്യവും ജനങ്ങളുടെ പ്രതീക്ഷയും. അതിനെക്കുറിച്ചൊരു ഹ്രസ്വമായ ലേഖനം നിങ്ങൾക്ക് കിട്ടിയ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാൻ പോവുകയല്ല. അതിലെ ആശയങ്ങളാണ് വളരെ ചുരുക്കമായിട്ട് നിങ്ങളോടൊപ്പം പങ്കിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം തിരഞ്ഞെടുത്തതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നത്, ഇന്നലെയും എല്ലാവരും ഉദ്ധരിച്ചു, രാത്രി കെ.എം. ജോർജിൻ്റെ ക്ലാസ് കേൾക്കുവാനായിട്ട് സാധിച്ചില്ല, മറ്റൊരു കാര്യം ഉണ്ടായതുകൊണ്ട്. എങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ശൈലി ആയിരിക്കണം നമ്മുടെ ഈ വർഷത്തെ കോൺഫറൻസിന് പൗരോഹിത്യവും ജീവിതശൈലിയും എന്നുള്ള വിഷയം തിരഞ്ഞെടുക്കാൻ ഇടയായതെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അമേരിക്കനോട് ഞാൻ പ്രത്യേകം ചോദിച്ചില്ല, അതുകൊണ്ട് വല്ലതുമാണോ ഈ വിഷയം എടുത്തതെന്ന് എങ്കിൽ ഞാൻ ഊഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയിടത്ത് വെച്ച് അദ്ദേഹം തുടങ്ങിയതിനെ ഒന്ന് അനുകരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആയി സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ ചത്തുരത്തിൽ ബാൽക്കണിയിൽ നിന്ന് ആശീർവാദം കൊടുക്കുവാനായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം ആദ്യം ജനങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങളെ ആശീർവദിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം തലകുനിക്കാം എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ തലകുനിക്കുകയും ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആശീർവാദം കൊടുക്കുകയും ചെയ്യുകയാണ്. ഇന്ന് വരെയുള്ള പാപ്പാമാരുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ശൈലിയാണ് അവിടെ നമ്മൾ കണ്ടത്. അതുപോലെ ചില കാര്യങ്ങൾ പറയാനായിട്ട് മനസ്സിലാലോചിച്ച് വന്ന ഗഹനമായ വിഷയങ്ങളൊന്നുമല്ല, വളരെ സാധാരണമായ ചില വിഷയങ്ങൾ. പക്ഷെ അത് പറയുമ്പോൾ ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ക്ഷമിക്കുക. ഞാൻ ആ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കാൾ അതീതരല്ലെന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ എൻ്റെ നിലവാരം പൗരോഹിത്യ ജീവിതത്തോടുള്ള സമർപ്പണത്തിൽ താഴെയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇന്ന് രാവിലെ എനിക്ക് മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. കാരണം ഇന്ന് പത്തനംതിട്ട കോളേജിലെ ഓപ്പണിംഗ് ഡേയിൽ എന്നെ ഒരു മീറ്റിങ്ങിന് അവിടെ നിന്ന് വിളിച്ചു, ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് കൊടുക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ സന്തുഷ്ടനാണ്. കാരണം കോളേജിൽ പോയി ഒരു ചെറിയ പ്രസംഗം നടത്തി, ഒരു കൈമുത്ത് കിട്ടി. അത് പെട്രോൾ അടിച്ചതിനേക്കാൾ ഇച്ചിരി കൂടുതൽ കിട്ടുകയും ചെയ്തു. ഈ മീറ്റിങ്ങിന് എനിക്ക് കൈമുത്തൊന്നും കിട്ടത്തുമില്ല. അപ്പോൾ ഞാൻ സന്തുഷ്ടനാണ്. കാരണം രാവിലെ എനിക്ക് കൈമുത്ത് കിട്ടി, അങ്ങനെ അതിൻ്റേതായ ലാഭമുണ്ടായി. ഉച്ച കഴിഞ്ഞിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ കുറച്ച് വൈദികർ എന്നെ കേൾക്കാൻ ഇവിടെ ഇരുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമാണ്. അതിൻ്റെ ഒരു മാനമുണ്ടായി. അപ്പോൾ ഈ ലാഭവും മാനവുമാണ് പൊതുവെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്കും പ്രചോദനമായിട്ട് നിൽക്കുന്നതെന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ ഇന്ന് നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രചോദക വസ്തു നമുക്കുള്ള ലാഭവും നമുക്കുള്ള മാനവുമാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊച്ചു കൊച്ചു കഷ്ടപ്പാടുകളെങ്കിലും ഇല്ലയോ എന്ന് ചോദിച്ചാൽ, കൊച്ചു കൊച്ചു കഷ്ടപ്പാടുകളൊക്കെ എനിക്കുള്ളത് ഞാൻ പറഞ്ഞ ആത്മപ്രശംസയാവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പൊതുവേ ഉള്ള ഒരു പൗരോഹിത്യ ശൈലിയിൽ
ഈ രണ്ട് ഘടകങ്ങളാണ് ലാഭവും മാനവും. സാധാരണ പറയുന്ന പോലെ ഒന്നീ മാനം വേണം, ഇല്ലെങ്കിൽ ലാഭം വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ വൈദിക സ്ഥാനികൾ ആരും മുതിരുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഒന്നാമത്തെ പ്രശ്നം, ഈ ജനമെന്ന് പറയുന്നത് ആരാണ്? ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് പുരോഹിതന്മാർ വളരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായി ജനം? അവിടെയാണ് എൻ്റെ ചെറിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരുമ്പോൾ. പഴയ നിയമത്തിൽ 2 പേർ, ഇന്നലെ ജേക്കബ് കുര്നേച്ചൻ അതിനെ കൂടുതൽ അങ്ങോട്ട് വിവരിച്ചില്ല, എങ്കിലും അഹ്റോനെയും മോശയെയും കുറിച്ച് പ്രത്യേകമായിട്ട് അവിടെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പോയിന്റിൽ പറഞ്ഞിരുന്നു. ഒട്ടേറെ നല്ല ആശയങ്ങളുള്ളതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിൽ അഹ്റോനെയും മോശയെക്കുറിച്ച് പറയും. എൻ്റെ ലേഖനത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ജനത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചത് അഹ്റോൻ തന്നെയാണ്. അഹ്റോനെയായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടം. കാര്യം ജനം പറഞ്ഞതുപോലെ അവർക്ക് ആരാധിക്കുവാനായിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. മോശ പലപ്പോഴും അവർക്ക് അസ്വീകാര്യനായിരുന്നു. മോശ വളരെ അധികമായി ജനത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ജനം പറഞ്ഞതുപോലെ പെരുമാറുകയോ ചെയ്യാത്ത ആളായിരുന്നു മോശ. അഹ്റോന് ജനത്തിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള എൻ്റെ എളിയ സമവാക്യം, ജനത്തിന് ഇഷ്ടമുള്ള പുരോഹിതന്മാരാണ് ഇന്നുള്ളത്. നമ്മളെല്ലാവരും ഓരോരോ വിധത്തിൽ ജനത്തിന് ഇഷ്ടമുള്ളവരാണ്. ഈ ജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കാണുന്നത് പള്ളിയിൽ വരുന്ന ഒരു 40% ജനങ്ങൾ. അത് ചിലപ്പോൾ പേഴ്സൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കാം. എങ്കിൽ എൻ്റെ ഏകദേശം കണക്കൂട്ടൽ ഒരു 30-40% ജനങ്ങളാണ് റെഗുലറായി നമ്മുടെ പള്ളി ആരാധനകൾ പങ്കെടുക്കുകയും ഏതുണ്ടെങ്കിലും അവർ തന്നെയാണ്. സ്ത്രീ സമാജമാണെങ്കിലും പ്രാർത്ഥനായോഗമാണെങ്കിലും സൺഡേ സ്കൂളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഈ 30-40% ഇടയ്ക്കുള്ള ജനമാണ് നമ്മുടെ ഇടവകളിലെ മുഖ്യധാരയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ 40% ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ വൈദികർ ഉയർന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു വിശകലനം. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വളർന്നിട്ടില്ല എന്നുള്ളതല്ല എൻ്റെ നിഗമനം. ഈ 40% ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ ആൾക്കാർ വളർന്നിട്ടുണ്ട്. ഈ 40% ജനങ്ങളുടെ ഉള്ളിൽ വൈവിധ്യമാർന്ന ചിന്തകളുള്ള മനുഷ്യരുണ്ട്. അവരെ ഒരുമാതിരി തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാമെങ്കിൽ, ഒന്ന് ആരാധന തന്നെയാണ്. നല്ലവണ്ണം ആരാധിക്കുന്ന വൈദികരെ ഉണ്ടാകണം. അത് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് നന്നായിട്ട് പാടാനൊക്കെ അറിയാവുന്ന വൈദികരുണ്ട്. അത്രയും അറിയാൻ വയ്യാത്തവരും ഒരുമാതിരിയൊക്കെ മെച്ചമാക്കി ആരാധന മനുഷ്യരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമം നടത്തി ആൾക്കാരെ തൃപ്തിപ്പെടുത്താനായിട്ട്. അപ്പോൾ ആരാധന ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, മനുഷ്യരെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ ചിലപ്പോൾ ഗായക സംഘത്തെയൊക്കെ സംഘടിപ്പിക്കുകയും ഗായക സംഘത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി ആരാധന നടത്തി ജനങ്ങളെ ഒന്ന് തൃപ്തരാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഭാഗം നമ്മളെല്ലാവരും ആ കൂട്ടത്തിൽ ചിലപ്പം കൃത്രിമത്വവും കടന്നു വരാറുണ്ടായിരിക്കും. ആ കൃത്രിമത്വത്തെക്കുറിച്ച് ജനങ്ങൾ ചിലപ്പോൾ അതങ്ങ് സന്തോഷിക്കുമായിരിക്കാം. ആ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഗായക സംഘം എത്രയും ആത്മീയമായിട്ട് മനുഷ്യരെ വളർത്തുന്നോ ഇല്ലയോ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ജനത്തിന് ഇഷ്ടമായിരിക്കാം. പക്ഷെ ഞാൻ ഈയിടെ കൺവെൻഷനിലൊക്കെ പ്രസംഗിച്ചു, ചില കൺവെൻഷനൊക്കെ പങ്കെടുത്ത അച്ഛന്മാർ കേട്ട് കാണുമായിരിക്കാം. നമ്മുടെ ഗായക സംഘത്തിൻ്റെ കൃത്രിമമായിട്ടുള്ള വാക്യപ്രതിവാക്യങ്ങളൊക്കെ നമ്മുടെ ജനങ്ങൾ, അച്ഛന്മാർ, മെത്രാച്ചന്മാർക്കും അത് പ്രയാസമൊന്നുമില്ല. കൂദാശകളൊക്കെ അവർ നടത്തുമ്പോഴേ ഗായക സംഘം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് മെത്രാച്ചൻ ഉരുവിടുമ്പോൾ
താഴെ നിന്നുകൊണ്ട് അവർ പ്രതിവാക്യം പറയും, ആദ്യം മുതൽ എന്നേക്കുള്ള പ്രകാരം തന്നെ ആമീൻ. വളരെ ആസ്വദിച്ച് ഒരു മെത്രാച്ചനോ ഒരച്ഛനോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ കൃത്രിമത്വം ഇവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ ആരും മുതിർന്നിട്ടില്ല. നമ്മളാരും മുതിരാറില്ല. കാര്യം ജനത്തിന് ഇഷ്ടം അതായതുകൊണ്ട്. അതുകൊണ്ട് ജനത്തിൻ്റെ ഇഷ്ടം ഓരോരോ കാര്യങ്ങളിൽ അനുവർത്തിച്ചു കൊടുക്കുന്നവരായിട്ട് നിങ്ങൾ ഞാനും മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് വളരെയധികം ഇമ്പകരമായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്രിമത്വമായ ആരാധനയിൽ കൂടെ ജനത്തെ തൃപ്തിപ്പെടുത്താനും ഈ ഗായക സംഘങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ജനത്തിൻ്റെ താല്പര്യവും ഇഷ്ടവും നേടിക്കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ശബ്ദം. എനിക്ക് ഈ സ്പീക്കറിനെ കുറിച്ച് വലിയ പിടിയില്ല, ഇത് ഓൺ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. ചില അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കകത്തിരിക്കണം. അതിനകത്ത് ചില മെത്രാച്ചന്മാർ മോശമൊന്നുമല്ല. അപ്പോൾ ഇരിക്കുക മാത്രമല്ല, തോന്നിയിട്ടുണ്ട് ഈയിടെ ഒരു കുർബാനയിൽ സംബന്ധിച്ചപ്പോഴേ, ക്ഷമിക്കണേ മെത്രാച്ചന്മാർ അധികം ഇവിടെ ഇല്ല, ഇവിടെ ഇരിക്കുന്ന മെത്രാച്ചന്മാർ 2 പേര് എന്നോട് ക്ഷമിക്കുക. ഈ ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഒരു ആരാധനയിൽ ഒരു മെത്രാച്ചൻ പങ്കെടുക്കുകയാണ്. മെത്രാച്ചന് ഇപ്പോൾ ഒരു നീളമുള്ളൊരു മൈക്കുണ്ട്. ആ മൈക്ക് മെത്രാച്ചൻ തിരിയുമ്പോഴെല്ലാം ഈ ആളിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിട്ട് കുഴിയുമ്പോൾ ആ പുള്ളി അതിൽ കൂടെ കുഴിയും. ഏതാണ്ടൊരു ഷോയോ പ്രകടനമോ എന്തിനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് തിരിഞ്ഞു നിന്നിട്ട് ഒരു ആശീർവാദം പറയുമ്പോൾ ഈ ശബ്ദം മുഴുവനൊന്ന് കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പം വല്ലതുമാണോ? അതുകൊണ്ട് ഈ മൈക്കിൻ്റെ അതിപ്രസരവും അതിനെ വെക്കുന്ന മൈക്കിനെ കുറിച്ച് അറിയാവുന്നവർ പറയുന്നുണ്ട്, ഈ ഗാനമേളയ്ക്ക് വെക്കുന്ന ലൗഡ് സ്പീക്കറാണ് അതിൻ്റെ ഫ്രോഗോ എന്താ വന്നത് എനിക്കറിയാൻ വയ്യ, ഏതാണ്ടൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഏതായാലും വളരെ അരോചകമായി മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ആരാധന മാറിയിട്ടുണ്ടെന്നുള്ളത് എന്തോ ജനങ്ങൾ നമ്മളാരും തിരിച്ചറിയുന്നില്ല, വൈദികരും തിരിച്ചറിയുന്നില്ല. ശബ്ദത്തിനാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള ശബ്ദത്തിൽ ആരാധന നടത്തുവാനുള്ള ആ ഒരു ക്രമീകരണവും നമ്മൾ മറന്നു പോകുന്നു. പോട്ടെ, അത് ഒരു കാര്യം. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ചില പള്ളികളിൽ, അത് പള്ളികൾക്കനുസരിച്ചാണ് നമ്മുടെ അച്ഛന്മാർ ചെയ്യുന്നത്, ചില പള്ളികളിലെ ആൾക്കാർക്ക് പ്രസംഗം വേണ്ട, അതുകൊണ്ട് തന്നെ അച്ഛന്മാർ പ്രസംഗിക്കത്തുമില്ല. അപ്പോൾ ജനത്തിന് ഇഷ്ടം ഞങ്ങളുടെ പള്ളിയിലെ ആൾക്കാർക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത എങ്ങനെയോ വൈദികരുടെ മനസ്സിലുണ്ട്. ചിലപ്പോൾ ചില അച്ഛന്മാർ ചില ആൾക്കാർക്ക് വേണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് ചിലർക്ക് വേണോ വേണ്ടായോ എന്നുള്ളതല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ 2ാം ഭാഗത്ത് പറഞ്ഞോളാം. അപ്പോൾ ജനത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രസംഗം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവവചനത്തെ ഉപേക്ഷിക്കുന്ന, അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഈ ദൈവവചനത്തിൻ്റെ പ്രസംഗമാണെങ്കിലും ഈ മാർപ്പാപ്പായെക്കുറിച്ച് ഞാൻ വീണ്ടും ക്ഷമിക്കുക, ഞാൻ ഈ ചില ആശയങ്ങൾ പറയുന്നതെല്ലാം ഈ സമയത്ത് ഞാൻ 2 പുസ്തകങ്ങൾ വായിച്ചു. ആ 2 പുസ്തകങ്ങളെ ബേസ് ചെയ്തുള്ള ചില ആശയങ്ങൾ, അത് 2 ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചാണ്. ഒന്ന് ഡോക്ടർ ഡി ബാബു പോൾ എഴുതിയ പുസ്തകമാണ് ഫ്രാൻസിസ് വീണ്ടും വന്നു എന്ന്. മറ്റൊന്ന് ഫാദർ ജെ നാലുപറമ്പ് എന്ന് പറഞ്ഞ കത്തോലിക്ക വൈദികൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവചരിത്രം. ഈ 2 പുസ്തകം ഈയിടെ വായിച്ചു. പുസ്തകങ്ങൾ വളരെ ആകർഷണീയമായി. വലിയ ദൈവശാസ്ത്രമൊന്നും മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല, അത് വളരെ ലളിതമായ ചില കാര്യങ്ങൾ, പക്ഷെ അതിലെ ആശയങ്ങൾ സ്വീകാര്യമായിട്ട് തോന്നി. അതിൽ മാർപ്പാപ്പായെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, മാർപ്പാപ്പായ ആയിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുർബാനയിൽ കർദിനാളന്മാരോട് പ്രസംഗിക്കാനായിട്ട് നിൽക്കുമ്പോൾ സാധാരണ മാർപ്പാപ്പമാർ ഇരുന്ന് പ്രസംഗിക്കും. എന്നാൽ ഈ മാർപ്പാപ്പ ഒരിടത്തും വിശുദ്ധ ആരാധനാ മധ്യേ ഇരുന്ന് പ്രസംഗിക്കാറില്ല എന്നാണ് കേട്ടത്. അദ്ദേഹം എല്ലാവരും ഉള്ളപ്പോൾ, അത് കർദിനാളന്മാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും, ആരാധനാ മധ്യേ ഈ മാർപ്പാപ്പ നിന്നുകൊണ്ട് പ്രസംഗിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. എനിക്ക് തോന്നി അതൊരു മാതൃകയാക്കേണ്ട കാര്യം. നമ്മൾ അച്ഛന്മാരാരും ഇരിക്കുന്നില്ല,
വളരെ പ്രായമുള്ള ക്ഷീണമുള്ള മെത്രാച്ചന്മാർ ഇരുന്നാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ അത്ര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ദൈവത്തിൻ്റെ ദൈവവചനമായ ഏവങ്കേലിയോൻ മേശയിൽ അത് പിടിച്ചുകൊണ്ട് വന്ന് പ്രസംഗിക്കുക എന്നുള്ളത് അത് പൗരോഹിത്യത്തിൻ്റെയും മേൽപ്പട്ടത്തിൻ്റെയും ദൈവവചനത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായാണ്. അതുകൊണ്ട് അല്ലാതെ അവശരായി ഇപ്പോൾ പൗലോസ്ലീഹായുടെ ക്ഷീണമൊക്കെ ഉണ്ട്, ഞാൻ ആരെയും അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്നാലും വിചാരിക്കരുത്. ഈ മാർപ്പാപ്പയുടെ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്, ദൈവവചനം വളരെ വാർദ്ധക്യത്തിലായിട്ട് ഉസ്താദ് ശ്രീമേനി ഇരുന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ നല്ല ആരോഗ്യമുള്ള തിരുമേനിച്ച് പ്രായമായിട്ടാണ് മേൽപ്പെട്ടക്കാരനായത്. എങ്കിലും ആ കാലയളവിലെല്ലാം അദ്ദേഹം നിന്നുകൊണ്ട് പ്രസംഗിക്കുകയുള്ളായിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രായമായപ്പോൾ ഇരുന്ന് പ്രസംഗിച്ചു. ഇത് നിൽക്കുന്നു എന്നുള്ളതല്ല, ദൈവവചനത്തോടുള്ള പ്രതിബദ്ധതയാണ്. എനിക്കതിന് തോന്നിയിട്ടുണ്ട്, ഈ ഏവങ്കേലിയോൻ മേശയിൽ ദൈവത്തിൻ്റെ വചനമുള്ള ഏവങ്കേലിയോൻ അതിനെ സ്പർശിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ പൊരുൾ അല്ലാതെ വേറെ ഒന്നും കടന്നു വരത്തില്ല. നേരെ മറിച്ച് ഇരുന്ന് കഴിയുമ്പോൾ വേറെ ഒക്കെ അങ്ങ് കയറി വരും. പിന്നെ ഉമ്മൻചാണ്ടിയും പിന്നെ മോഡിയും പിന്നെ ആലുവായും തൃക്കുന്നത്തും അവിടെ അടിയും വെടിയും പോലീസും ഇതെല്ലാം കൂടെ കടന്നു വരും. ആരാധനാമധ്യയുള്ള പ്രസംഗം അതിനുള്ളതല്ല. അത് അന്ന് വായിച്ചിട്ടുള്ള തിരുവചനത്തിൻ്റെ പൊരുൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ആര് നീങ്ങിയാലും ശരിയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ മനുഷ്യരുടെ ഇഷ്ടമല്ല അവിടെ നോക്കേണ്ടതെന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. മൂന്നാമത്, നമ്മുടെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായ സംഗതിയാണ് എല്ലാ പള്ളിയിലും പെരുന്നാളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അത് അച്ഛന്മാർ നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പള്ളിയിലും 5ഉം 6ഉം പെരുന്നാളുകളാണ്. പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള തിരുമേനിമാരുടെ പെരുന്നാൾ വരുമ്പം അതും കൂടെ ചേർത്ത് പെരുന്നാളുകളുടെ എണ്ണം വർദ്ധിക്കും. വലിയ പാരമ്പര്യം പറയുന്ന ഈ പരിശുദ്ധ സഭയ്ക്ക് ഇതെല്ലാം സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ മുമ്പേ ഇതെല്ലാം ചെയ്യുമായിരുന്നല്ലോ. നമുക്കറിയാവുന്ന പാരമ്പര്യത്തിൽ ഒരിടവകയിൽ ഏത് കാവൽ പിതാവിൻ്റെ മധ്യസ്ഥയിലാണോ ആ ഇടവക, ആ പെരുന്നാൾ കൊണ്ടാടുക എന്നുള്ള പാരമ്പര്യമാണ് കഴിഞ്ഞ ഒരു 20-30 വർഷങ്ങൾ മുമ്പ് വരെയും സഭയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 10-20 വർഷങ്ങളൊക്കെ ആയപ്പോഴേക്കും പെരുന്നാളുകളുടെ എണ്ണം അങ്ങ് വർദ്ധിക്കുന്നു. ജനത്തിന് ഇഷ്ടമാണ് കേട്ടോ. ജനത്തിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പൗരോഹിത്യം എന്നുള്ളത്. അതുകൊണ്ട് ജനത്തിന് ഇഷ്ടമാണ് ഈ പെരുന്നാളുകളുടെ വർധനവ്. അപ്പോൾ അതിനുള്ള സാമ്പത്തികമാണെന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാനായിട്ട് അനേകം പേര് ഇടവകയിലുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ സ്പോൺസർഷിപ്പ് അച്ഛന്മാർ അനൗൺസ് ചെയ്താൽ മതി, അവർ സ്പോൺസർ ചെയ്തുകൊള്ളും. പെരുന്നാളുകൾ നടന്നുകൊള്ളും. ആർഭാടപൂർവമായ പെരുന്നാളുകൾ. ഈ പെരുന്നാളുകൾ വർദ്ധിപ്പിക്കുമ്പോൾ സംഘാടകർക്ക് സന്തോഷം, ഇടവക്കാർക്ക് സന്തോഷം, അച്ഛന്മാർക്ക് സന്തോഷം. അച്ഛന്മാർ പിന്നെ അവരവർക്ക് താല്പര്യമുള്ള അച്ഛന്മാരെ കുറച്ച് പേരെയും വിളിക്കും. ഈ പെരുന്നാളിന് 2 ആഴ്ച മുമ്പേ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, 2 ആഴ്ച മുമ്പേ അങ്ങ് കൊടിയേറ്റും. 2 ആഴ്ച മുമ്പേ കൊടിയേറ്റിട്ട് എല്ലാ ദിവസവും അങ്ങ് കുർബാനയും. ഇങ്ങനെ എല്ലാ ദിവസവും കുർബാന ചെല്ലുമ്പോൾ ഒട്ടേറെ അച്ഛന്മാരെ അവിടെ കൊണ്ടുവരാം. അച്ഛന്മാർക്ക് സന്തോഷം. അവർ പിന്നെ തിരിച്ച് അവരുടെ പള്ളികളിലും വിളിക്കും. ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്ത് അവർക്ക് സന്തോഷം. പിന്നെ എല്ലാ ദിവസവും ആഹാരം കിട്ടും, അതും ജനങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കഷ്ടാനുഭ-ആഴ്ചയിൽ 5 ദിവസവും ആഹാരം കൊടുക്കുന്ന പള്ളികളുണ്ട്. ഓശാന ഞായറാഴ്ച കഞ്ഞിയുണ്ട്, പെസഹ വ്യാഴാഴ്ച അപ്പമുണ്ട്, ദുഃഖവെള്ളിയാഴ്ച കഞ്ഞിയുണ്ട്, ദുഃഖശനിയാഴ്ച കഞ്ഞിയുണ്ട്, ഈസ്റ്ററിൻ്റെ അന്ന് അപ്പവും ഇറച്ചിയുണ്ട്. കഷ്ടാനുഭ-ആഴ്ചയിലെ 5 ദിവസവും പള്ളിയിൽ ഭക്ഷണം കിട്ടും. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു വളർച്ച വലിയ സന്തോഷമാണ്. ഇടവക്കാർക്ക് വലിയ സന്തോഷമാണ്, അച്ഛന്മാർക്കും സന്തോഷമാണ്. ഈ പെരുന്നാൾ ആഘോഷങ്ങൾ, ഇതുപോലെയുള്ള വർധനവുകൾ, ഇത് ദൈവം തമ്പുരാൻ്റെ ഇഷ്ടത്തിലുള്ളതാണോ
8 ദിവസവും 8 മെത്രാച്ചന്മാരെ വിളിച്ച് പള്ളിയിൽ 8 നോയമ്പിന് കുർബാന ചൊല്ലിക്കുക. അച്ഛന്മാർ ക്ഷമിക്കണേ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ എല്ലായിടത്തും നടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ അന്തോണിയോസ് ഒരു കാര്യം പറയുകയുണ്ടായി. വിശുദ്ധ കുർബാനയിൽ ദൈവസാന്നിധ്യ ബോധമില്ലാതെ വൈദികര് കുർബാനയെ അർപ്പിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എനിക്ക് പറയാനുള്ളത്, ഈ ദൈവസാന്നിധ്യ ബോധം വരണമെങ്കിൽ പിതാക്കന്മാർ കൽപ്പിച്ചതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലും ദിവസത്തോട് ബന്ധപ്പെട്ട മാറാനായ പെരുന്നാളുകളിലും വിശുദ്ധ ബലി അർപ്പിക്കുന്ന പാരമ്പര്യത്തിൽ ഈ പറഞ്ഞ ദൈവസാന്നിധ്യ ബോധമില്ലായ്മ വരികയില്ലായിരുന്നു. ഇപ്പോഴ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കുർബാനകൾ ഇങ്ങനെ കൂടെ അങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ഒരു ദിവസവും കുർബാന അർപ്പിക്കുന്ന പാരമ്പര്യം ഓർത്തഡോക്സ് സഭയിലില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പെരുന്നാളോട് ചേർന്ന് ഇങ്ങനെ ദിവസവും കുർബാന അർപ്പിച്ചു വരുമ്പോൾ ഈ ദൈവ സാന്നിധ്യ ബോധത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എൻ്റെ വിചാരം എനിക്കുണ്ട് കേട്ടോ. 8 നോയമ്പില് 4-5 ദിവസം അടുപ്പിച്ച് കുർബാന ചൊല്ലുമ്പോഴേ ഒരു ഞായറാഴ്ച ദിവസം ഒരു കർത്തൃ ദിവസത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന അത്രയും ഒരു വിശുദ്ധിയുടെ അനുഭവം ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പരസ്യമായിട്ടങ്ങ് പറയുക. അതുകൊണ്ട് പ്രാർത്ഥന ഞാൻ തികയ്ക്കാതിരുന്നിട്ടില്ല, പ്രാർത്ഥനയെല്ലാം തികച്ചേ ചെയ്തിട്ടുള്ളൂ. എന്നാലും തോന്നിയിട്ടുണ്ട്, ഈ അടുപ്പിച്ച് അങ്ങോട്ട് കുർബാന ചൊല്ലുമ്പോൾ ഈ കുർബാനയ്ക്ക് ഉണ്ടാകാവുന്ന, പിന്നെ ഈ കുർബാനയോട് ചേർന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൈമുത്തെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം ഇതും കൂടെ ബന്ധിപ്പിച്ച്, അപ്പോൾ ഈ കൈമുത്തെന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ശ്രാദ്ധപ്പെരുന്നാളുകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, മധ്യസ്ഥ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ പെരുന്നാളുകൾ, ഇതെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് ശരിയാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അറ്റത്ത് ഈ കൈമുത്തെന്ന് പറയുന്നൊരു സംഗതിയും കൂടി ഇല്ലായിരുന്നെങ്കിലോ? എനിക്ക് ആ വഴിക്ക് വരുമാനം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. എനിക്ക് വരുമാനം ഉള്ളത് ഈ പ്രസംഗത്തിൽ കൂടെയാണ്. അതുകൊണ്ടുകൂടെ ഞാൻ ഉള്ളത് തുറന്ന് പറയാമല്ലോ. അതുകൊണ്ട് ആരെയും ഞാൻ കുറ്റം പറയുകയല്ല. എൻ്റെ 32 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കല്യാണം നടത്തിയിട്ടുള്ളത് 20 കല്യാണം കാണത്തില്ല. വികാരി സ്ഥാനത്തിരുന്ന ഒരു 10-20 കല്യാണമോ 10-25 മാമോദീസ പോലും നടത്തിയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കൂദാശകളെ ഈ ഭൗതികമായതിനോട് ബന്ധിപ്പിച്ച് എനിക്ക് അധിക അനുഭവങ്ങളില്ല എങ്കിലും ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ എനിക്ക് കൈമുത്ത് വന്നില്ലെങ്കിൽ എത്ര നാൾ ഞാൻ പ്രസംഗിക്കാൻ പോകും എനിക്കറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനുള്ള കാര്യം പറയാം. അതുകൊണ്ട് ഇത് നമ്മളൊന്ന് സ്വയം നമ്മളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കും. ഈ കൂദാശകളൊക്കെ ആത്മീയ വർധനവിൻ്റെ വലിയ മുഖാന്തരങ്ങളും പിതാക്കന്മാരുടെ മധ്യസ്ഥ വലിയ അനുഗ്രഹപ്രദമാണെന്നൊക്കെ നമ്മൾ സത്യവിശ്വാസമൊക്കെ പഠിപ്പിക്കുമ്പോഴും ഇതിൻ്റെ അപ്പുറത്ത് ആ കവറോട് ഇല്ലാതെ പോയാലോ എങ്ങനെയിരിക്കും? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത വർധനവ് നമുക്ക് നിരുത്സാഹപ്പെടുത്താൻ സാധിക്കുമോ? ഉള്ളത്, നമ്മുടെ പാരമ്പര്യത്തിൽ ഉള്ളതല്ലാതെ കുറേയേറെ വർദ്ധിപ്പിക്കുന്ന ഒരു രീതി, ഇത് കുഴപ്പമുള്ള ആരോ പറഞ്ഞു കേട്ടു. അച്ഛന്മാരെ ആരും എനിക്കറിയാൻ വയ്യ. ചില അച്ഛന്മാരൊക്കെ എന്തോ എൻ്റെ അടുക്ക് ചില കഥകളൊക്കെ പറയും. ഒരച്ഛൻ പറഞ്ഞതാണ്, ഒരച്ഛൻ രാവിലെ വൈകിട്ടായപ്പോൾ ചെറിയ പനി തോന്നിയപ്പോൾ വേറൊരു കൂട്ടുകാരൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നാളെ ഒരു ഓർമ്മ കുർബാനയുണ്ട്, പക്ഷേ നല്ല ശരീരക്ഷീണം തോന്നുന്നു, അതുകൊണ്ട് അച്ഛൻ നാളെ രാവിലത്തെ ഒന്ന് കുർബാന ചൊല്ലാൻ വരണം. അപ്പോൾ മറ്റേ അച്ഛനെ കുർബാനയെല്ലാം സ്നേഹിതൻ അച്ഛൻ പറഞ്ഞില്ലേ, കുർബാനയെല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം നമസ്കാരമൊക്കെ കൃത്യമായിട്ട് രാത്രി നമസ്കാരമൊക്കെ നടത്തി കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരു 5:30-6 മണി ആയപ്പം മറ്റേ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് പനി മാറി, ഇപ്പം സുഖമുണ്ട്, ഞാൻ തന്നെ അങ്ങ് ചൊല്ലിക്കോളാം. അപ്പോഴേ ഈ അച്ഛൻ പറഞ്ഞു എന്നാ പറയുന്നത് എനിക്കറിയാൻ വയ്യ. കൊള്ളാവില്ല, 4:30 എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞാൽ പോരായോ, ഞാൻ നമസ്കാരം നടത്തി കഴിഞ്ഞു. അപ്പോഴേ വെറുതെ ഒരു നമസ്കാരം നടത്തി കളഞ്ഞു. എന്തോ പറയാൻ, എന്തോ ഒരാശയോടെ വെളുപ്പിനെ എഴുന്നേറ്റ് നമസ്കാരം നടത്തിയതാണ്, അത് വെറുതെ ആക്കി കളഞ്ഞ് കേട്ടോ. ഇത് നമുക്ക് പൊതുവേ പറയുന്നത് കേട്ടോ, ആരും എൻ്റെ കല്ലെറിയല് ഇങ്ങനെ എനിക്കറിയാൻ വയ്യ കേട്ടോ, ഇത് നടന്നാണോ ഇല്ലയോ എന്നും അറിയാൻ വയ്യ. ഒരച്ഛൻ പക്ഷേ എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോഴേ ഈ കൂദാശകളെ നമ്മളെ
ഇതിനോടങ്ങോട്ട് ബന്ധിപ്പിച്ച് വർദ്ധിപ്പിക്കുന്ന ഒരു വർധനവ് എന്തുമാത്രം സഭയ്ക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളത് എനിക്കറിയാൻ പറ്റും. എനിക്ക് തോന്നിയാളുണ്ട് ഈയിടെ എനിക്കൊരു അസൂയ തോന്നി. അത് ഈ പ്രസംഗമൊന്നും പോകണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിശാചിൻ്റെ പരീക്ഷ ആയിരിക്കാം. ഒരു കൊച്ചച്ഛൻ എൻ്റെ അടുക്ക പറഞ്ഞ അച്ഛൻ സന്തോഷമായിട്ട് പറഞ്ഞ അച്ഛനിരിക്കുന്ന ഒരു പള്ളിയിൽ കൊച്ചച്ഛൻ വലിയച്ഛനായി. വലിയച്ഛനെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ച ആളായതുകൊണ്ട് അദ്ദേഹം കൊച്ചച്ഛനാ. അച്ഛൻ പറയുകയാണ്, കുർബാന കഴിഞ്ഞാൽ ഒരു 10-15 ധൂപം വെപ്പ് കാണും. ആ 10-15 ധൂപം വെപ്പിൽ ചിലരാരും തരത്തില്ല, എന്നാലും ഒരു 10 കവറ് 200-നും 1000-നും ഇടയ്ക്ക് കാണും. എൻ്റെ പൊന്നെ, ഞാൻ മനസ്സിൽ വിചാരിച്ച് ഈ പ്രസംഗത്തിന് പോകണ്ടായിരുന്നു, ഇതിന് പോകുന്നതായിരുന്നു നല്ലത് എന്ന് എൻ്റെ മനസ്സിൽ പിശാച് തോന്നിപ്പിച്ചതുപോലെ ഒരു ചിന്ത. അപ്പോൾ അച്ഛൻ ആത്മാർത്ഥം കൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ ഈ കൂദാശകളോട് ചേർന്ന് നമുക്ക് ഈ ഒരു സംഗതി ഇതിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതില്ലാതെയുള്ള കൂദാശ നടത്തേണ്ടി വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു മെത്രാച്ചന്മാർക്ക് നടത്തേണ്ടി വരത്തേയില്ല, അല്ലേ? ഈ ഒരു കാര്യമില്ലാത്ത ഒരു കൂദാശ അവർക്ക് നടത്തേണ്ടി വരത്തേയില്ല. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാണുമായിരിക്കും. അല്ലാതെ ഈ ഒരു സംഗതി ഇതില്ലാത്ത ഒരിടപാട് കാണുകയില്ല കേട്ടോ. പിന്നെ ഒരുമാതിരി വലിയ പള്ളിയിലൊക്കെ ഇരിക്കുന്ന അച്ഛന്മാരും ഇതില്ലാത്ത ഒരിടപാട് കാണുകയില്ല. അപ്പോൾ ഇത് വായിക്കണ്ടായോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല എൻ്റെ വിഷയം. അതുകൊണ്ട് ബോധപൂർവമെങ്കിലും ഇങ്ങനെയുള്ള ഇതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ്, ഇതിനോട് ബന്ധിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വർധനവിൽ നമുക്ക് ബോധപൂർവം ഒരു വർധനവ് വരുത്താതെ പഴയ ഒരു പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുമോ? മാറാനായ പെരുന്നാളുകളിലും ഞായറാഴ്ച ദിവസങ്ങളിലും വിശുദ്ധമായി ബലിയർപ്പിക്കുകയും മറ്റത്യാവശ്യ സന്ദർഭങ്ങളിൽ എന്നുള്ളതല്ലാതെ ഈ ഒരു പള്ളിയിൽ 7 പെരുന്നാൾ വെച്ച് 7 പെരുന്നാളിൻ്റെ ചടങ്ങുകളും വെച്ച് ഇത് വർദ്ധിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. ജനത്തിന് ഇഷ്ടമാണ് കേട്ടോ. 4-മത്തെ കാര്യം, നമ്മുടെ ഒരുമാതിരി സൗകര്യമുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ലഭിക്കണം. ഇച്ചിരി കാശും സൗകര്യമൊക്കെ ഉള്ളവർക്ക് അവരുടെ മാമോദീസ നടക്കണം, ശവടക്കം നടക്കണം, കല്യാണം നടക്കണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴേ 10 അച്ഛന്മാർ വേണം. നമ്മൾ റെഡി, യാതൊരു സംശയവുമില്ല, നമ്മളെല്ലാവരും അവിടെയുണ്ട്. ഈയിടെ ഒരു കല്യാണത്തിന് ബാവായുണ്ട്, ക്ലീമീസ് തിരുമേനിയുണ്ട്, ഒരു 50 അച്ഛന്മാർ, ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 50 അച്ഛന്മാർ അവിടെ എത്തിച്ചേരാനായിട്ട് യാതൊരു മടിയ സമയമുണ്ട് നമുക്ക്. അപ്പോൾ ധനികർക്ക് ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സന്തോഷമാണ്. ഈ ധനികർക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അച്ഛന്മാർ, മെത്രാച്ചന്മാർ ഒത്തിരി പേര് ചെന്ന് പങ്കെടുക്കും. അപ്പോൾ അവരുടെ ആഗ്രഹം നമ്മൾ നിർവഹിച്ചു കൊടുക്കുക. അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തുന്നത് നമുക്ക് സന്തോഷകരമാണ്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട്, അഭീതനായ ഉസ്താദ് യുസ്മിയോട് ഏറ്റവും അടുത്ത അപ്പൂച്ചനൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്രയും അടുപ്പമില്ല, എങ്കിലും ഞാൻ അദ്ദേഹമായിട്ട് കുറച്ചൊക്കെ അടുത്ത ആളാണ്. ബുധനാഴ്ച ദിവസം ഞാൻ പഴയ സെമിനാരിയിൽ അദ്ദേഹം പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ കാറിൽ കൂടെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ നെരണ്ടമ്പതരാസിലെ ചില പ്രമുഖരൊക്കെ മരിച്ച അടക്കം ചിലപ്പോൾ ബുധനാഴ്ച ആയിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ പറയുമല്ലോ, നമ്മുടെ നാട്ടിലെ ചില മനുഷ്യർ, നല്ല മനുഷ്യർ, പാവത്തുങ്ങൾ ചില അമ്മമാർ പറയുമല്ലോ, മെത്രാച്ചന്മാരും അച്ഛന്മാരും ചെന്നാൽ അവളുടെ കൂടാണ് കഴിയുന്നത് എന്ന് പറയുന്ന ചില പാവത്തുങ്ങളുണ്ടല്ലോ. അവർ അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് വലിയ പ്രിയമാണ് അച്ഛന്മാരോടും മെത്രാച്ചന്മാരോടും ഒക്കെ. പക്ഷേ ഉസ്താദ് യുസ്മേനി ആ വീട്ടിൽ ആരെങ്കിലും മരിച്ചാലും രാവിലെ തങ്കച്ചനോട് പറയും, നമുക്ക് ആ വീട്ടിൽ കയറിയിട്ട് പഴയ സെമിനാരിയിലേക്ക് പോകാം. അദ്ദേഹം അവിടെ ചെന്ന് കയറി പ്രാർത്ഥിക്കും. 11 മണിക്കായിരിക്കും ശവടക്ക്. തിരുമേനി രാവിലെ അവിടെ കയറി 8 മണിക്ക് പ്രാർത്ഥിച്ച് വെച്ച്, ഇന്ന് എനിക്ക് സെമിനാരി ക്ലാസ്സുള്ള ദിവസമാണ്, ഞാൻ വരികയില്ല, അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നടത്തിക്കൊള്ളട്ടെ. അപ്പോഴത്തേക്ക് അവരുടെ മുഖം കാണും, അവർക്ക് വലിയ വിഷമമാണ്. തിരുമേനി അവരുടെ സ്വന്തമാണെന്നും പറഞ്ഞിരുന്നിട്ട് തിരുമേനിക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ എങ്ങനെ ഒക്കുവെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ബുധനാഴ്ചത്തെ ക്ലാസ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയിൽപ്പെട്ടതാണ്. അവിടെ എത്ര ധനികൻ മരിച്ചു എന്ന് പറഞ്ഞാലും തിരുമേനി തലയോസി പോവും, അല്ലെങ്കിൽ തന്നെ രാവിലെ പോയി പ്രാർത്ഥിക്കും, തൻ്റെ ക്ലാസ് മുടക്കിയില്ല. ഈ MTCയിൽ അന്ന് 4, 3, 7 പേരില്ല, അല്ലെ 5 പേരെ കാണും.
അവിടെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ചില ആൾക്കാർ വന്നേച്ച് വലിയ പ്രോഗ്രാമും ഇല്ല എനിക്കിപ്പോൾ ക്ലാസ് എടുക്കണം. ഇത് അല്പമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ളൊരു പ്രയോറിറ്റി വെക്കാൻ നമുക്കാർക്കെങ്കിലും സാധിക്കുമോ? സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ധനികരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നിങ്ങളും ഞാനും എല്ലാം മാറിയിട്ടുണ്ടെന്നുള്ളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് പോകണ്ടെന്നല്ല പറയുന്നേ, പക്ഷെ ആ ധൃതി സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോകുവാൻ നമുക്കുണ്ടാകുമോ? അവിടെയാണ് അത് ഈ അച്ഛന്മാർക്ക് മാത്രമല്ല, ഞാൻ ആരെയും കുറ്റം പറയല്ല. ഈ പ്രാവശ്യത്തെ ന്യൂ വിഷൻ്റെ ഒരു ഓഫീസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒക്കുമെങ്കിൽ അതൊന്ന് വായിക്കണം. അതിൻ്റെ പ്രതികൾ നിങ്ങൾ വാങ്ങിച്ചാൽ കൊള്ളാം. അവരിവിടെ ഇട്ടിട്ടുണ്ട്, അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ന്യൂ വിഷൻ ലാബിൽ ഒരു പടമുണ്ട്. ആഫ്രിക്കയിൽ ഒരു ബിഷപ്പ് അവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന റെഡ് ക്രോസിൻ്റെ ഭക്ഷണ സാധനങ്ങൾ ചാക്കിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന ഒരു ബിഷപ്പാണ്. നമ്മുടെ ബിഷപ്പ്മാരിത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും എനിക്കും ഇതൊക്കെ ചെയ്യാൻ മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ധനികരുടെ ശുശ്രൂഷ പലത് ചെയ്യാനല്ല, ദരിദ്രന്മാരുടെ ഇതുപോലുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ അപാകതകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദരിദ്രന്മാരുടെ ആ ആവശ്യങ്ങളിൽ സഹകരിക്കുന്നത് പോലെ അല്ല നമ്മൾ പലപ്പോഴും ധനികരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുന്നു. അതിനുള്ള നമ്മുടെ ഉത്സാഹം അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പള്ളികളാണെങ്കിലും കൊള്ളാം, ധനികര് വിവാഹം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അൾത്താരയിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണോ ഒരു ധനികൻ്റെ വിവാഹം? ഒരു ധനികൻ്റെ വിവാഹമാണെങ്കിൽ ഏതെങ്കിലും കേറ്ററിംഗുകാർ കുറേ തുണി കൊണ്ടുവന്ന് അത് പള്ളിക്കകത്ത് മുഴുവനും നിരത്തി വെച്ച് അവിടെ പിന്നെ 2 പൂച്ചെണ്ടും വെച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കുന്നത്. ധനികനാണെങ്കിൽ നമുക്ക് മിണ്ടാനൊക്കെയില്ല, ആരും മിണ്ടുകയില്ല. എവിടെല്ലാം കൊണ്ടുപോയി വെച്ച തുണിയാണെന്നറിയാമോ? ആ തുണിയാ കൊണ്ടുവന്ന് അങ്ങോട്ട് അലങ്കരിച്ചങ്ങോട്ട് പള്ളിക്കകത്ത് വെക്കുന്നത്. പള്ളിയിൽ വിശുദ്ധ ബലിയേക്കാൾ വലിയ കാര്യമാണോ? അപ്പോൾ ഇവർക്കിങ്ങനെ എന്തും ചെയ്യാനുള്ള, പിന്നെ അവരുടെ വസ്ത്രവിധാനമാണെങ്കിലും ചില തിരുമേനിമാരൊക്കെ പിന്നെ പരുമലപ്പള്ളിയിൽ ഇപ്പോൾ കല്യാണം നടത്താൻ വരുന്നവർക്ക് ഡ്രസ് കോഡ് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഒരു കണക്കിന് നല്ലതായി. അല്ലെങ്കിൽ ധനികർക്ക് എന്തുമാകാം, അതിനെ കണ്ണുമടച്ച് അനുകൂലിക്കത്തക്കവണ്ണം നിങ്ങൾക്കും എനിക്കും സാധിക്കുന്നു. നമുക്ക് നേരെ വരച്ച് പോലെ പാവപ്പെട്ടവരാണെങ്കിൽ ചില അച്ഛന്മാർ കാണും, ചില പാവപ്പെട്ടവരുടെ വീട്ടിൽ ശവടക്കിന് ചെന്ന് കഴിഞ്ഞാൽ സമയം താമസിച്ചു, ഇപ്പം തുടങ്ങണം. നേരെ മറിച്ച് ധനികൻ്റെ വീട്ടിൽ ചെന്നാൽ അത് ചിലരോടൊക്കെ വരാനുണ്ട്, പിന്നെ അവിടെ കുറേ സമയം കൂടി ഇരിക്കും, മടിയൊന്നുമില്ല. നേരെ മറിച്ച് ഒരു പാവപ്പെട്ട എന്നോട് 2 മണിക്കെന്നല്ലേ പറഞ്ഞ്, ഇപ്പം തന്നെ തുടങ്ങണം, അപ്പോഴത്തേക്ക് ധൃതിയായി കഴിഞ്ഞു. എവിടെയാ നമ്മുടെ ശുശ്രൂഷ? അതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് പൊതുമരാമത്ത് പണികൾ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഇടവകപ്പെട്ടവർക്ക് പൊതുമരാമത്ത് പണികൾ. അതുകൊണ്ട് ദേവാലയം, ചില അച്ഛന്മാർ നല്ല മിടുക്കരായിട്ടുള്ള നല്ല ദേവാലയങ്ങൾ പണിതു. അവരുടെ കഷ്ടപ്പാടിനെ ഞാൻ ചെറുതാക്കുന്നില്ല, എന്നെക്കൊണ്ട് അതിനുള്ള കഴിവില്ല, ഞാനൊരു ദേവാലയം പണിതിട്ടില്ല. ആകെ പണിതിട്ടുള്ള ഒരു പള്ളിയിൽ ഒരു സെമിത്തേരി പണിതിട്ടുണ്ട്, ഒരു സെല്ല് പണിതിട്ടുണ്ട്. അവർക്ക് സെമിത്തേരി ഇല്ലാതിരുന്നു, ഞാനത് ഇച്ചിരി പണമൊക്കെ ഉണ്ടാക്കി അത് പണിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കഴിവ് ജീവനോടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, മരിച്ചു. അപ്പോൾ എനിക്കതിൽ കൂടുതൽ കഴിവില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ വൈദികർ അത് ആവശ്യമാണ്. പക്ഷേ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മരാമത്ത് പണി ചെയ്തെങ്കിലേ ഒക്കുള്ളൂ എന്നുള്ള രീതിയിൽ, അതുപോലെ ചില ജനങ്ങൾക്ക്, ഈ കമ്മിറ്റിക്കാർക്കും ഈ പണം കൈകാര്യം ചെയ്യാനായിട്ട് ഇടവകയിലെ ഒരു കൂട്ടം മനുഷ്യർക്ക് താല്പര്യമുണ്ട്. ഈ ഭരണസമിതിയിൽപ്പെട്ട കുറച്ച് പേർക്ക് പണം കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ 5-6 പെരുന്നാളുകൾ വരുമ്പോഴേ അത്രയും പണം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ പൊതുമരാമത്ത് പണികൾ വരുമ്പോഴേ പണം കൈകാര്യം ചെയ്യാനൊക്കും. ഈ ആശയമൊക്കെ ഇന്നലെ ജേക്കബിനച്ചൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ പിന്നെ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുള്ളതേ ഉള്ളൂ. സ്റ്റുവേർഡ്ഷിപ്പിനെ കുറിച്ച് ഇന്നലെ അച്ഛൻ്റെ ക്ലാസ്സിൽ ആ പോയിൻ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക്
നമുക്കൊരു പക്ഷേ അച്ഛന്മാർക്ക് പ്രത്യേക സ്ഥാപിത താല്പര്യങ്ങൾ അതിൻ്റെ പുറകെ കാണത്തില്ലായിരിക്കാം. പക്ഷേ ഇടവ ജനങ്ങളിൽ പള്ളിയുടെ പണം യഥേഷ്ടം കൈകാര്യം ചെയ്യുന്ന ഇടവക്കാർ ഇല്ല എന്ന് പറയാൻ ഒക്കെയില്ല. കച്ചവടം നടത്തുന്നവർ പള്ളിയുടെ പണം അത് അവർ ക്രയവിക്രയം ചെയ്യുന്നുണ്ട്. അവർ പണം അവരുടെ അടുത്ത് ആവശ്യങ്ങൾക്കെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൂട്ടുനിൽക്കുന്ന നിലയിലുള്ള പൊതുമരാമത്ത് മണിയാണ് വൈദികർക്ക്. അതും ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ബിഷപ്പ് ആൻ്റണി പടിയറുടെ ഒരു ഫലിത പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനതിൽ വളരെ പള്ളിപണിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ഒരച്ഛൻ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പേരില്ല. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പത്രോസ്ലീഹ പേരൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കാണുന്നില്ല. ഒടുവിൽ മാലാഖമാരാണ്ട് പത്രോസ്ലീഹയോട് പറയുന്നതായിട്ടാണ്, അച്ഛന്മാരുടെ ലിസ്റ്റ് നോക്കണ്ട, ആ കാർപ്പൻറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ നോക്കാൻ പറഞ്ഞു. കാർപ്പൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ ഉണ്ട് മൈക്കിളച്ചൻ്റെ പേര് കിടപ്പുണ്ട്. അപ്പോൾ മൈക്കിളച്ചൻ ഇവിടെ പൊതുമരാമത്ത് പണി ഒത്തിരി ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം മോളിൽ അച്ഛന്മാരുടെ ലിസ്റ്റിലില്ല, കാർപ്പൻറ്റേഴ്സിൻ്റെ ലിസ്റ്റിലുണ്ട്. പിന്നെ ഉള്ളതാണ് ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി കത്തീഡ്രൽ, മഹായിടവക, വലിയ പള്ളി, തീർത്ഥാടന കേന്ദ്രം. ഇതും ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അച്ഛന്മാർ കൂട്ടുവന്നു, മെത്രാച്ചന്മാരെ ഒപ്പിട്ട് മേളിലോട്ട് കൊടുത്തു വിടുന്നു. പിന്നെ ബാവായും വിചാരിക്കുക എല്ലാവരും ഇങ്ങനെ കൂട്ടാണ്, പിന്നെ ഞാനിതിനെതിരെ നിൽക്കുന്നേ. അതുകൊണ്ട് അത് നിന്നിട്ടുണ്ടെങ്കിൽ നന്നായി. ഏതായാലും ഇനിയിപ്പോൾ വരത്തില്ലായിരിക്കും. ഈ പ്രാവശ്യം ഒരു പണി ചെയ്തിട്ടുണ്ടല്ലേ, ഈ പള്ളിക്കെല്ലാം ഇച്ചിരി പണം കൂട്ടി കൊടുക്കണമെന്നൊരു വകുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണെന്നറിയാൻ വയ്യ. ഈ പ്രവണത ഇത് നമ്മുടെ അനേക വൈദികർ വലിയ കാര്യമായിട്ടാണ് അവരുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. എനിക്കറിയാൻ വയ്യ ഇതിൻ്റെ ഒന്നിന് പോലും എനിക്കറിയാൻ വയ്യ ഇതിൻ്റെ എന്തെങ്കിലും ദൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ളതാണോ, ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ, ദൈവം ആഗ്രഹിച്ചതാണോ എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്ത വേറൊരു പണിയും കൂടെ. ഇതൊക്കെ ഈ ജോൺ പോൾ 23 ലോകത്തോടൊരു മിയാക്കുൾപ്പേ പറഞ്ഞു, ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ലോകത്തോട് ക്ഷമ ചോദിച്ചു. അതുപോലെ ക്ഷമ ചോദിക്കേണ്ട ഒരു പാവമാണ് തിരുശേഷിപ്പല്ലാതെ ഏതോ കാര്യങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടുവച്ച് തിരുശേഷിപ്പാണെന്ന് പറഞ്ഞ് ധൂപം വെക്കുന്നത്. ലോകത്തോട് ക്ഷമ ചോദിക്കേണ്ട പാവമാണെന്നാണ് എൻ്റെ വിചാരം. അത് ക്ഷമ ചോദിക്കണം. അത് കാരണം അവിടെ തിരുശേഷിപ്പാണ് കൊണ്ടുവച്ചത്. മനുഷ്യരെ കളിപ്പിക്കല്ലേ. ഈ കളിപ്പിന് നിങ്ങളെല്ലാം ഞാനും എല്ലാം കൂട്ടിയിരുന്നില്ലേ? ഈ തിന്മയല്ലേ ഇത്? ശൂന്യമാക്കും നമ്മൾ ഏച്ചതാ. നിൽക്കരുതാത്ര നിൽക്കുകയല്ലേ ചെയ്തത്. ആർക്കാ ഇന്നലെ ബെന്യാമിൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവിടെ ധൂപം വെക്കുന്നവർക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ അവിടെ തിരുശേഷിപ്പായിരിക്കുന്നതെന്നോ? ജനത്തെ കളിപ്പിക്കാനുള്ള കുറേ സംവിധാനങ്ങളുമായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനെന്താണ് അന്ത്യമുണ്ടാകുന്നത്? ഞാൻ മദ്രാസിൽ നിന്ന് ഒരു പള്ളിയിൽ തിരുശേഷിപ്പ് കൊടുക്കാനായിട്ട് അവിടെ ഏതോ പള്ളിയിൽ മൗണ്ടോ ഏതാണ്ട് അവിടുത്തെ അച്ഛൻ, ഇപ്പം എനിക്കറിയാം അച്ഛന്മാരിവിടെ കാണുമായിരിക്കും, എന്നെ വിളിച്ചേച്ച് പറഞ്ഞു അവിടുത്തെ മൈലാപ്പൂരിലെ പഴയ കബറിടം പൊളിച്ചപ്പോൾ അവിടുത്തെ കല്ലും മണ്ണുമാണ് ശേഖരിച്ച് വെച്ച്, അതാണ് ചെപ്പിനകത്ത് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ മെത്രാച്ചനെ വിളിച്ചേച്ച് പറഞ്ഞു, തിരുമേനി എനിക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്, ഇതാണ് കൊണ്ടുവന്ന് തിരുശേഷിപ്പായിട്ട് വെക്കുന്നത്, അത് നല്ലതാണോ? എന്തിനധികം ആ പള്ളിയിൽ മാർത്തോമാശ്രീയുടെ അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നു, എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചില്ല. എനിക്ക് പ്രയാസമൊന്നുമില്ല, പ്രസംഗിക്കാൻ ഞാൻ നന്നായും തോന്നി. ചിലപ്പോൾ അറിയാതെ വിളിച്ചു പറയുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് വല്ലതും പറഞ്ഞു പോയെങ്കിൽ അന്തരീക്ഷം മോശമായി പോയേനെ. അതുകൊണ്ട് അത് നന്മയ്ക്കായെന്ന് ഞാൻ വിചാരിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണിങ്ങനെ ജനത്തിന് ഇഷ്ടമായതൊക്കെ. ഈ തിരുശേഷിപ്പ് സമർപ്പണവും അതിൻ്റെ പേരിലുള്ള ഒരു ഘോഷയാത്രയും എല്ലാം ജനത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ജനത്തിന് ഇഷ്ടമായ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളതാണ് ജൂബിലി പരിപാടികൾ. ഇപ്പോഴത്തെ ജൂബിലികൾ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും, സൺഡേ സ്കൂൾ ജൂബിലി കൊണ്ടാടുന്നില്ലയോ? സൺഡേ സ്കൂളിൽ ജൂബിലിയെക്കുറിച്ച് നല്ലതായിട്ട് ആലോചിച്ച് തന്നെ ഒരു പ്രകടനമില്ല, ഘോഷയാത്രയില്ല, യാതൊരു വിധമായ ആഘോഷങ്ങളുമില്ല. സൺഡേ സ്കൂൾ എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച്
ഇടവക ജനങ്ങളിൽ സെക്കുലർ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സ്ഥാനം കൊടുക്കാതെ വന്നതുകൊണ്ട് ബോധവൽക്കരണത്തിൻ്റെ പഠന ക്ലാസ്സുകളല്ലാതെ മറ്റൊന്നും സൺഡേ സ്കൂളിൽ 25 നേരത്തെ കൊണ്ടാടിയതുകൊണ്ട് OSACയുടെ 50 അവിടെ രാഷ്ട്രീയക്കാരെ വിളിക്കാനോ ഇവിടെ ജൂബിലികൾ നടത്തുന്നതിനാണ് രാഷ്ട്രീയക്കാർക്ക് അരങ്ങേറാൻ. നമ്മുടെ സഭയിൽ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ വലിയ ജനക്കൂട്ടം കൂടിയിട്ട് മെസ്സേജ് കേൾക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ മെസ്സേജ് കേൾക്കണം. അവനാണ് ആരാണ് പരിമളത്തിനുമേന്ന് പ്രസംഗിക്കുന്നത്? കൊടിക്കുന്നിൽ സുരേഷ്, സോറി കേട്ടോ, അദ്ദേഹത്തിന് പറയണം പരിമളത്തിനുമേനാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ വേറെ ഒരു സഭയിലും കാണുകയില്ല. നമുക്കറിയാമല്ലോ, ഏതെങ്കിലും പള്ളികളിൽ പോലെ ഇപ്പോൾ വന്നിരിക്കുക ശവനമസ്കാര ശുശ്രൂഷയുടെ ഏവങ്കേലിയം വായിച്ചു കഴിയുമ്പം 5-6 കതർധാരികൾ ഒരു നേതാവിനെയും പിടിച്ചുകൊണ്ടെങ്കിൽ വരും. ഏവങ്കേലിയം കഴിയുമ്പോൾ അനുസ്മരണ അവിടെ അനുശോചന വേറെ ഏതെങ്കിലും സമയം നടക്കുമോ? ശുശ്രൂഷ ആരംഭിച്ചാൽ ശുശ്രൂഷ പൂർത്തിയാക്കണം. അതിനിടയ്ക്ക് ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും കൊള്ളാം, അവർക്കാർക്കും അവിടെ അരങ്ങേറേണ്ട സമയമല്ല. നമ്മുടെ പള്ളികൾ മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മുടെ പള്ളികൾ മാത്രമേ ഉള്ളൂ. ഒരു ആത്മീയ സംഘടനയുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ മെസ്സേജ് കൊടുക്കുവാൻ ഇവിടെ ആത്മീയ നേതാക്കന്മാരില്ല. അതിന് MLAയും MP-യും രാഷ്ട്രീയക്കാരുമാണ് നേതൃത്വം കൊടുക്കുന്നത്. കാരണം പത്രത്തിൽ പേര് വരണം. മീഡിയ അഡിക്ഷനാണ്. നമ്മുടെ നല്ല പങ്ക് വൈദ്യർക്കും മറ്റുള്ളവർക്കും മീഡിയ അഡിക്ഷനാണ്. മീഡിയയിൽ പേര് വരണം, അതാണ് പ്രധാനം. അതിനനുസരിച്ച് കുറച്ച് നേതാക്കന്മാരെ കൊണ്ടുവന്ന രാഷ്ട്രീയക്കാരെ എവിടം വരെ കയറ്റാമെന്നറിയാമോ? അവിടെ പിന്നെ ഒന്നുമില്ല. ബസേലിയസ് കാലം ചെയ്ത ശാസ്താംകോട് മാത്യൂസ് ബാവ കവറടങ്ങിയപ്പോഴേ മധുവായി വരെ കയറി 2-3 പേര് ദേവലോകത്തെ മധുബാഹയിൽ. വേറെ ഒരിടത്തും നടക്കുകയില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള നമ്മുടെ ആൾക്കാർ ഒരു സന്ദേശം കൊടുക്കുന്നത് കേട്ടാൽ മതി. ചില പെരുന്നാളുകൾക്ക് ഇപ്പോൾ സന്ദേശം കൊടുക്കുന്ന മമ്മൂട്ടിയും അതുപോലെ കുഞ്ചാക്കോ ബോബനും ദിലീപും ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇവരുടെ സന്ദേശം കേൾക്കാനാണോ ജനങ്ങൾ കൂടുന്നത്? എന്തിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അതുകൊണ്ട് ഈ വക ശൂന്യമാക്കുന്ന മ്ലേച്ഛതകളാണ് നമ്മുടെ ദേവാലയങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആർക്കും വേദനയില്ലാതെ പോകുന്നുവെങ്കിൽ എന്ത് കഷ്ടമെന്നല്ലാതെ എന്തു പറയണ്ടോ? അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ചിന്ത ആവശ്യമായിരിക്കുന്നു. പിന്നെ നമ്മുടെ ചില ആൾക്കാർക്ക് കുറേ തീവ്രമായ ആത്മീയക്കാരുണ്ട്. അങ്ങനെ കുറച്ച് പേർക്കുണ്ട്. അവർക്ക് രോഗശാന്തി വേണം, അതുപോലെ അവർക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ സാധിക്കണം. അതിനനുസരിച്ച് ചില ആത്മീയമൊക്കെ വേണം. അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന കുറച്ച് പേര് അതും ഉണ്ട്. അതിനകത്ത് ഭൂതോച്ചാടനമുണ്ട്, ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട്, പിന്നെ കുരിശ് പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. കുരിശ് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരുമാതിരി മാജിക്കും മന്ത്രവുമാക്കി മാറ്റി അത് മനുഷ്യരുടെ തൃപ്തിക്കനുസരിച്ച്, അതുപോലെ മനുഷ്യരുടെ ഇഷ്ടമനുസരിച്ച് കുറേ വേലകൾ ചെയ്തു കൊടുക്കുന്ന രീതിയും നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറേ കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കൂടെ പഴയ ആശ്രമ പാരമ്പര്യത്തിൽ പറയുന്ന പോലെയുള്ള ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ, ഈ വീണ്ടും പറയുന്നത് ക്ഷമിക്കുക, കൂദാശയും കൈമുത്തും തമ്മിൽ ഉള്ള ബന്ധം വർദ്ധിച്ചു വരുന്നിടത്തോളം കാലം ഈ സഭയിൽ ആത്മീയ ഉണർവ് വരുമെന്ന് എനിക്ക് വിചാരമില്ല. കൂദാശയും കൈമുത്തും. ജിജി തോംസൺ നമ്മുടെ സഭയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം മാരാമൺ കൺവെൻഷന് പ്രസംഗിച്ചു എന്ന് ഞാൻ കേൾക്കുന്നു. എയർപോർട്ടിൽ ചെന്നാൽ ഞങ്ങളുടെ ഒരു മെത്രാച്ചൻ ഇല്ലാത്ത ഒരു സന്ദർഭവും ഇല്ല എന്ന് ഞാൻ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ എനിക്കറിയാൻ വയ്യ. അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ചോദിക്കും, എന്തിനാ അതിന് വേണ്ടി പോകുന്നത്? അതേ, ഒരു മാമോദീസ മുക്കാൻ പോവുക അമേരിക്കയിൽ. ഇത് ജിജി തോംസൺ പ്രസംഗിച്ചതാണ്. ഇത് ശരിയല്ലായിരിക്കാം, അതിശോധിക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷേ നിങ്ങളും ഞാനും സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കൂദാശകളുടെ പ്രാധാന്യം പറയുന്നുവെങ്കിൽ അതിനോട് മറ്റൊന്നും വരാതെ വണ്ണം, അതിൻ്റെ പരമ പ്രാധാന്യമല്ലാതെ അതിനോട് കൂടിയുള്ള ഒരു ചരടുകളും ഉണ്ടാകാതെ വണ്ണം നടത്തത്തക്കവണ്ണം ഉള്ളൊരു അന്തരീക്ഷം സഭയിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമോ? ആലോചിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആദ്യ ഭാഗത്ത്, രണ്ടാം ഭാഗത്ത് ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി പറഞ്ഞോളാം. അതായത്
ജനത്തിന് ഇഷ്ടമുള്ള നേതാക്കന്മാരാണ് ഇന്ന് നിങ്ങളും ഞാനും എല്ലാം. അച്ഛന്മാരും മെത്രാച്ചന്മാരും എല്ലാം ജനത്തിന് ഇഷ്ടമുള്ളവരാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളവരാണോ? ഇത് തിരിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമുക്ക് തിരുത്തലുകൾ ആവശ്യമായിരിക്കുന്നത്. ഈ ജനത്തിന് ഇഷ്ടമാണ്. 60% ജനങ്ങൾ പള്ളിയിൽ വരാത്തവരുണ്ട്. ചിലപ്പം വ്യത്യാസം കാണാമായിരിക്കും. അതിൽ കുടിയന്മാരുണ്ട്, കുടുംബ കലഹങ്ങൾ ജീവിക്കുന്നവരുണ്ട്, അതിൽ അധാർമികളുണ്ട്, വേശ്യാവൃത്തി കഴിയുന്നവരുണ്ട്, ആഭാസന്മാരുണ്ട്, കടക്കണിയിൽ ജീവിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, പലവിധമായ ഞെരുക്കം കൂടി കടന്നു പോകുന്നവരുണ്ട്. ഈ 60% ജനങ്ങളിൽ എത്ര വൈദികർ നമ്മുടെ ശ്രദ്ധ ചെന്നിട്ടുണ്ട്? നമ്മുടെ ശുശ്രൂഷ ഈ 40% ജനങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലത് ചെയ്തു കൊടുക്കുക അല്ലാതെ ഈ 60% ജനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെന്ന് പറ്റിയിട്ടുണ്ടോ? ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞ് 2-3 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം മുഴുവൻ ഒരു കോളിളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്. എങ്ങനെ വരുമെന്നറിയാൻ വയ്യ. റോമൻ ക്യൂരിയായുടെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ അതിജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചരിത്രം നമുക്ക് തെളിയിച്ചു തരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പുസ്തകം വായിച്ച് അതേക്കുറിച്ച് ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, 3 അടിസ്ഥാനങ്ങൾ ഈ പാപ്പ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, യോശുവാച്ചൻ ഒടുവിൽ പറഞ്ഞു നിർത്തിയതാണ്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം. രണ്ടാമത്, ദൈവരാജ്യ മൂല്യങ്ങൾക്ക്, സഭയുടെ ചട്ടങ്ങൾക്കും പഴയ ചില പാരമ്പര്യങ്ങൾക്കും അപ്പുറത്ത് സ്ഥാനം കൊടുക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദർശനം. ദൈവരാജ്യ മൂല്യങ്ങളാണ് അദ്ദേഹത്തിന് പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സഭയുടെ ചില ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പോലും. ദൈവരാജ്യമാണ് ഒന്നാമത്തെ കാര്യം. മൂന്നാമത്, ശരിയും തെറ്റും നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം ക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രം. ഈ 3 അടിസ്ഥാനത്തിലാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കധികം അറിയാൻ വയ്യ. എൻ്റെ ദൈവശാസ്ത്ര പരിജ്ഞാനം വളരെ പരിമിതമാണ്. ഞാൻ വായിച്ച പുസ്തകത്തിൽ നിന്ന്, അദ്ദേഹത്തെക്കുറിച്ച് വായിച്ച പുസ്തകത്തിൽ നിന്ന് രൂപീകരിച്ച ആശയങ്ങൾ മാത്രം. ഒന്നാമത്തത് യോശുവാച്ചൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്ന ആശയമാണ്. എങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ജോർജ് എന്നാണ് അദ്ദേഹം, ഹോർഹെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലെ പേര്. അതിൻ്റെ മറ്റ് മാമോദീസ പേര് ജോർജ് എന്നായിട്ടുണ്ട്. ഇദ്ദേഹം കത്തോലിക്ക യുവജന സമ്മേളനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു, പിക്നിക്ക് സംഘടിപ്പിച്ചു. ആ പിക്നിക്കിന് പോകാൻ നേതൃത്വം കൊടുത്തതെല്ലാം അദ്ദേഹമാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലത്തെ പിക്നിക്കിന് അദ്ദേഹം പോയില്ല. ആൾക്കാരെല്ലാം കൂടെ വന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ മനസ്സ് സംഘർഷം നിർഭരമായിരുന്നു. എനിക്ക് ക്രിസ്തുവിനോടൊരു സമർപ്പണമുണ്ട്. പക്ഷേ ഞാൻ ആ കാത്തലിക് മൂവ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ പിക്നിക്കിന് പോവുകയാണെങ്കിൽ ഞാനൊരു പക്ഷേ ആ പെൺകുട്ടിയോട് സ്നേഹം എൻ്റെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ദുഃഖത്തോടെ തീരുമാനിച്ചു ഞാനതിന് പോകുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതി, ദൈവത്തിൻ്റെ വിളിയുടെ വിലയെന്ന് പറയുന്നത് വിളിയുടെ വിലയ്ക്കായി എന്തുപേക്ഷിക്കുന്നു എന്നതാണ്. വിളിയുടെ വിലയെന്ന് പറയുന്നത് വിളിയുടെ വിലയ്ക്കായി എന്തുപേക്ഷിക്കുന്നു എന്നതാണ്. നീ ഉപേക്ഷിക്കുന്നതിൻ്റെ വിലയാണ് നിന്റെ വിളിയുടെ വില. നീ ഉപേക്ഷിക്കുന്നതിൻ്റെ വിലയാണ് നിന്റെ വിളിയുടെ വില. ഇത് നമ്മൾ ആലോചിക്കണം. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി, സഭയാകമാനം ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ വിചാരം. ഇപ്പോഴത്തെ ചില കോൺഫറൻസുകൾ പോലും ഉണ്ടല്ലോ, നമ്മൾ പുനർചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. 600-700 പിള്ളേർ കൂടി ഒരു ഡിസിപ്ലിനും ഇല്ലാതെ കുറേ കോൺഫറൻസ് നടത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല ഈ സഭയ്ക്ക്. പ്രയോജനമുള്ള മോഡൽ ഞാൻ പറയും, ഒസ്താദ്യോസ്യമയുടെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. സമ്മർ ക്ലാസ്സിൽ 10-100 കുട്ടികൾ വരും. ഈ 100 കുഞ്ഞുങ്ങളെ ഒരു ഗുരുവിനെ പോലെ കൂടെ ഇരുത്തി യേശു ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ആ ഗുരുവിന് സാധിച്ചു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവിടെ പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരു ഗുരു അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടും, കുറേ പിള്ളേർ അങ്ങോട്ട് പോകും, കുറേ പിള്ളേർ ഇങ്ങോട്ട് പോകും.
അവർ ഫേസ്ബുക്ക് അയക്കും, അവർ മെസ്സേജ് അയക്കും. ആവശ്യമില്ല. ഇതൊക്കെ മാറ്റണം. കൊച്ചു കൊച്ചു മീറ്റിങ്ങുകൾ മതി. കൊച്ചു കൊച്ചു മീറ്റിങ്ങുകളിൽ ഗുരുക്കന്മാർ വേണം, ആചാര്യന്മാർ വേണം. ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കൊടുക്കണം. അല്ലാതെ പത്രത്തിൽ വരുത്താൻ വേണ്ടി വലിയ കുറെ കോൺഫറൻസ് നടത്തി ആഗോള മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഇതൊന്നും നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒറ്റ മോഡൽ യേശു ക്രിസ്തുവിനെ കൊടുക്കുവാനായി ഈ സഭയിൽ എനിക്കറിയാവുന്നതിൽ വിജയിച്ച ഒറ്റ മോഡൽ അഭിനന്ദനായ ഉസ്താദ് യശ്മിയുടെ മോഡലാണ്. അതിലേക്ക് തിരിച്ചു വരണം. ഭദ്രാസന കേന്ദ്രങ്ങളിൽ വിളിച്ചു കൂട്ടണം. കൊച്ചു കൊച്ചു മീറ്റിങ്ങുകൾ മതി. 10-50-100 കുഞ്ഞുങ്ങൾ മതി. ആ കുഞ്ഞുങ്ങളോടിരുന്ന് സംവേദിക്കണം, വ്യക്തിപരമായിട്ടും സംവേദിക്കണം. വലിയ ഹൈടെക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഹൈടെക് ഒക്കെ എവിടെ പോയി നിൽക്കുന്നു? ഇപ്പോഴത്തെ ഹൈടെക് കൊണ്ട് ആത്മീയരാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ പുതിയൊരു ഹൈടെക് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്മാർട്ട് ഫോൺ അല്ല, എൻ്റെ മോഡ് സ്മാർട്ട് ഫോണിനകത്ത് വന്നിരിക്കുന്നു കുർബാന സ്മാർട്ട് ഫോണിൽ മീനിങ് കാണാം. അത് നമ്മുടെ ഒരു പള്ളിയിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ എന്തോ ആപ്ലിക്കേഷൻ എനിക്ക് അത്രയും അറിയാൻ വയ്യ. കൊച്ചിൻ്റെ സ്മാർട്ട് ഫോൺ ആയിരുന്നു, കൊച്ചിൻ്റെ ഫോണിൽ വന്നു. ഇനിയും സ്മാർട്ട് ഫോണിൽ കുർബാന കാണാം. ആ ഭാസന്മാർ ടോയ്ലറ്റിൽ പോയിരുന്നു ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സാങ്കേതികത്തിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ഇതല്ല പ്രധാനം. ക്രിസ്തുവിനെ ഹൃദയങ്ങൾ ജനിപ്പിക്കണം. അത് വ്യക്തിപരമായ ബന്ധമേ ഉള്ളൂ. പൗരസ്ത്യ സഭയുടെ ദർശനം ഗുരുക്കന്മാരാണ് ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ജനിപ്പിക്കുന്നത്. അല്ലാതെ അതിന് പകരം ഈ ഹൈടെക് കൊണ്ടുവച്ച് മനുഷ്യരെ ആത്മീയരാക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ മൗഢ്യമാണ്. ഈ ഹൈടെക് കൊണ്ട് എത്ര പേര് ആത്മീയരായി? അതൊക്കെ നടന്നോട്ടെ. പിള്ളേർക്ക് സന്തോഷമായിരിക്കാം, അവർക്ക് എന്റർടൈൻമെന്റിന് കൊള്ളാമായിരിക്കാം. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ ഉള്ളിൽ കൊടുക്കാനായിട്ട് സാധിച്ചു എന്നിരിക്കുകയില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കണം. ഒരു ദിവസം 3 കല്യാണം നടത്താൻ പോയാൽ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാണോ മനുഷ്യരോടുള്ള സ്നേഹമാണോ? ആലോചിക്കേണ്ടെന്ന് എൻ്റെ വിചാരം. മാത്യൂസ് ബാവായെ കുറ്റം പറഞ്ഞവരുണ്ട്. അദ്ദേഹം 3 കല്യാണം നടത്താൻ ഓടി എന്ന് പറഞ്ഞ് ആ കുറ്റം പറഞ്ഞവരെല്ലാവരും ഇത് ഓടുകയാണ് 3-4 വേണ്ടി. ഇത് ആത്മീയമാണോ? ദൈവത്തിന് പ്രിയമാണോ? ക്രിസ്തുവിനോടുള്ള പ്രിയമാണോ ഈ ഓട്ടത്തിന് നമ്മളെ സഹായിക്കുന്നത്? ആണെങ്കിൽ ഞാൻ പിൻവാങ്ങുന്നു. ഞാൻ പറയുന്നില്ല. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതിന് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. പക്ഷേ ചോദിക്കേണ്ടിയിരിക്കുന്നു, ക്രിസ്തുവിനോടുള്ള പ്രിയമാണോ എന്ന്. അതുകൊണ്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിനേക്കാൾ മറ്റൊന്നിനും അദ്ദേഹം വില കൊടുത്തില്ല. ഞാനതിനെ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ചെറിയ കാര്യം നിർത്തിക്കൊള്ളാം. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ. ഇവിടെ കുറേ നാൾ ഞങ്ങൾ വിയോജിപ്പ് ചിന്തിക്കണം. ഞാൻ തുറന്നു പറഞ്ഞ് ക്ഷമിക്കുക. ഇവിടെ കുറേ പേര് ഇപ്പോൾ ചരിത്രം അങ്ങോട്ട് എഴുതി മലങ്കര സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൗരസ്ത്യ കാതോലിക്കേറ്റ് അതിൻ്റെ മാർത്തോമാശ്രീയുടെ സിംഹാസനം ഇതൊക്കെ അങ്ങോട്ട് പൊക്കി പറയും. ഞാൻ പറയും, ദൈവരാജ്യം കഴിഞ്ഞേ ഉള്ളൂ കാതോലിക്കേറ്റും സിംഹാസനവും എല്ലാം. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് സഭ നിലകൊള്ളേണ്ടത്. അതിന് താഴെ ഉള്ളൂ ദേശീയതയും മറ്റെല്ലാം. പഠിച്ചിരിക്കുന്ന അല്പദൈവശാസ്ത്രം ഞാൻ പഠിച്ചിരിക്കുന്നതാണ്. ക്രിസ്തു ഇവിടെ വന്ന് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അതിൻ്റെ ഏജന്റാണ് സഭയെ വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? റോമൻ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റോമാ പോപ്പ് പറഞ്ഞത് എന്താണെന്നറിയാമോ? റോമൻ രൂപതയുടെ ഒരു അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 102 കോടി 120 കോടി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് ഞാൻ. ഒന്നും പറഞ്ഞില്ല. ബിഷപ്പ് ഓഫ് റോം എന്ന് മാത്രമേ അദ്ദേഹം വെക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ് സഭയുടെ ചില നിയമങ്ങളെക്കാളും പ്രധാനമെന്ന് ഈ മാർപ്പാപ്പ വിശ്വസിക്കുന്ന മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് എടുത്തങ്ങോട്ട് നോക്കിയാൽ അറിയാം അദ്ദേഹം ലംഘിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. കോൺക്ലേവിന് പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുത്തത്. കോൺക്ലേവിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നറിയാമോ? ഈ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നു പലരും വിചാരിച്ചില്ല. അദ്ദേഹം വലിയ ദൈവശാസ്ത്രമൊന്നും പറഞ്ഞില്ല. 2-3 വാചകങ്ങൾ പറഞ്ഞു. ആ വാചകങ്ങൾ ഇതാണ്: സഭയുടെ നേതാക്കൾ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. സഭ ഉള്ളിലേക്ക് പിൻവലിയുന്നത് അപകടകരമാണ്. മറിച്ച് സമൂഹത്തിന്റെ പുറംപോക്കുകളിലേക്കാണ് സഭ നീങ്ങേണ്ടത്. ഗോ ടു ദ പെരിഫറി. ഇതാണ് മാർപ്പാപ്പായുടെ കോൺക്ലേവിൽ ഈ കർദിനാളന്മാർ കൂടിയിട്ട് ഓരോ കർദിനാളന്മാർ ചിലർ പ്രസംഗിക്കും. അവരുടെ പ്രസംഗമൊക്കെ നോക്കിയാൽ തിരഞ്ഞെടുക്കുന്നത്. ഈ മാർപ്പാപ്പായുടെ പ്രസംഗം ഇതായിരുന്നു: പെരിഫറിയിലേക്ക് നീങ്ങണം. സഭയ്ക്കുള്ളിലേക്ക് വന്നിട്ട് ഇത് വലിപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല.
ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മൂല്യമാണ്. അതാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ കാതോലിക്ക സിംഹാസനത്തിനോ അല്ലെങ്കിൽ എതിരാന്ന് വിചാരിക്കരുത്. പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള എളിയ കൺവിക്ഷനാണ്, ദൈവരാജ്യവും അതിൻ്റെ മൂല്യവും കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയല്ല. ഒസ്താദ്യോസ് തിരുമേനി 1972 സെമിനാരി പഠിക്കുമ്പോൾ, ഞാനുമൊക്കെ പഠിക്കുന്ന സമയമാണ്, പഠിക്കുന്നവരോട് പലരും ഉണ്ട്. അന്ന് സഭയിലെ പ്രശ്നം അങ്ങോട്ട് കൊടുമ്പിരി കൊള്ളുകയാണ്. അന്ന് 50 പൈസയുടെ ഒരു പുസ്തകം എഴുതി KC തോമസ് അച്ഛൻ, പൗരസ്ത്യ തോമാസ് ലീഹായുടെ സിംഹാസനം നവീന സൃഷ്ടിയോ. ഞാനും ഒക്കെ ഇത് കാണാതെ പഠിച്ചു. ആ 50 പൈസയുടെ പുസ്തകം അദ്ദേഹത്തെ പിൽക്കാലത്ത് മെത്രാപ്പൊലീത്തയാക്കി. അത് സഭയുടെ ചരിത്രം. അന്ന് ME ജോർജ് ലേഖനം എഴുതി കല്ലെറിഞ്ഞു. പക്ഷെ ചരിത്രം എന്തെന്ന് തെളിയിച്ചിരിക്കുന്നു. ME ജോർജ് ലേഖനം എഴുതി സിംഹാസനം ക്രിസ്തുവിന്റെ കുരിശിലാണ്. ആരെങ്കിലും കേട്ടോ? ഈ സഭ എവിടെ പോയി നിൽക്കുന്നു? പിന്നെയും സിംഹാസനവും പൗരസ്ത്യവും ദേശീയവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ്. അതിനാണ് ക്രിസ്തു വന്നിരിക്കുന്നത്, അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ മൂല്യങ്ങൾക്ക് വേണ്ടി, ദൈവരാജ്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ സഭയ്ക്കാവുമോ? അത് കഴിയുമ്പം ബാക്കിയെല്ലാം ശരിയാവും. അതാണ് പ്രധാനമായിട്ടുള്ളത്. എന്താണ് ആ മാർപ്പാപ്പ ചെയ്തതെന്നറിയാമോ? അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം, അതിന് മുമ്പത്തെ മാർപ്പാപ്പ ആയിക്കഴിഞ്ഞപ്പം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആയി. അന്ന് ഈ ബൊർഗോളി, ആർച്ച് ബിഷപ്പ് ബൊർഗോളി, അദ്ദേഹം 2ാം സ്ഥാനത്ത് വന്ന ആളാണ്. 2ാം സ്ഥാനത്ത് വന്ന ആളാണെങ്കിലും മറ്റേ പോപ്പിനെ കൊണ്ടുപോകാൻ കാറ് കൊണ്ടുവന്നു. പോപ്പ് അരമനയിലോട്ടേക്ക് ചെന്നു. ഈ ബൊർഗോളിയെ 2ാം സ്ഥാനത്ത് വന്ന മാർപ്പാപ്പ ആയില്ല. 2ാം സ്ഥാനത്ത് വന്ന ആള് അദ്ദേഹത്തെ ചെന്ന് ഗ്രീറ്റ് ചെയ്യാനായിട്ട് അകത്തോട്ട് കയറി ചെന്നു. സിസ് ഗാർഡുകൾ കയറ്റിവിട്ടില്ല. റോമൻ ക്യൂരിയയുടെ നിയമം, ഇവിടെ തീമോഥെയോസിനൊക്കെ ഇരിപ്പുണ്ട്, കണ്ടറിഞ്ഞായിരിക്കും, ഞാനിതൊക്കെ വായിച്ചറിഞ്ഞതാണ്. റോമൻ ക്യൂരിയയുടെ നിയമമാണ്. 2ാം സ്ഥാനത്ത് വന്ന ബൊർഗോളിയോ എന്ന് പറഞ്ഞ ആ കർദിനാളിനെ പാപ്പായെ കണ്ട് ഗ്രീറ്റിങ്സ് പറയാൻ അവരനുവദിച്ചില്ല. പ്രോട്ടോകോൾ ഇല്ല. ഇപ്പോഴത്തെ മാർപ്പാപ്പ എന്ത് ചെയ്യുന്നറിയാമോ? മാർപ്പാപ്പായി അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള കാറ് വന്നു, കയറിയില്ല. അത് കഴിഞ്ഞിട്ട് ബസ് വന്നു, കർദിനാളന്മാർ വരുന്ന ബസ്. ആ കർദിനാളന്മാർ വരുന്ന ബസ്സിൽ ഈ മാർപ്പാപ്പ കയറി. അവരോട് കൂടെ പോയി കോമൺ ബസ്സുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവരോട് തമാശയായിട്ട് പറഞ്ഞു, എന്നെ തെരഞ്ഞെടുത്തതിൻ്റെ പാപം നിങ്ങൾക്കാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, എന്നെ തെരഞ്ഞെടുത്തതിൻ്റെ പാപം നിങ്ങൾക്കാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോരോ ആദ്യത്തെ കുർബാന കഴിഞ്ഞു. ആ കുർബാന കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആൾക്കാർ കൂടി കഴിഞ്ഞപ്പോൾ ആൾക്കാരോടൊക്കെ സംസാരിച്ചു. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിയെ കുഞ്ഞ്? അപ്പോൾ കുഞ്ഞില്ല. അപ്പോൾ അയാൾ അടുത്ത് നിന്ന് ഭാര്യയുടെ വയറ് ചൂണ്ടിക്കാണിച്ചു, ഗർഭിണിയാണ്. മാർപ്പാപ്പ ഗർഭിണിയുടെ വയറിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഈ പണിയൊന്നും ചെയ്യാൻ പോകരുത് കേട്ടോ, ഇത് പറഞ്ഞത് വിചാരിച്ചോണ്ട്. അല്ലെങ്കിൽ തന്നെ ഒട്ടലുകൾ കൂടില്ലാന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ ചെയ്തു കേട്ടോ. അവിടെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവരാജ്യ മൂല്യങ്ങളാണ് പ്രധാനം. ഓരോരോ സംഭവങ്ങൾ കുറേയേറെ ഞാൻ എഴുതിയെടുത്ത സമയക്കുറവുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ആദ്യത്തെ പെസഹായിൽ അനാഥ കുഞ്ഞുങ്ങളുടെ ഭവനത്തിൽ പോയി അനാഥ കുഞ്ഞുങ്ങളുടെ കാലുകൾ കഴുകി, മുസ്ലിം പെൺകുട്ടിയുടെ കാല് കഴുകി. റോമൻ കാനോനിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, 12 പുരുഷന്മാരുടെ 12 വൈദികരുടെ വേണം പെസഹ വ്യാഴാഴ്ച കാല് കഴുകേണ്ടത്. ഇത് മാർപ്പാപ്പ ലംഘിച്ചു. അദ്ദേഹത്തിന് ദൈവരാജ്യ മൂല്യമാണ് പ്രധാനം. ഇങ്ങനെയുള്ള പലതിനെയും അദ്ദേഹം ലംഘിക്കുന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മൂല്യമാണ്. സഭയുടേതെന്ന് പറഞ്ഞ് കുറേ നാളുകളായി ഉണ്ടാക്കിയിരിക്കുന്ന ചില നിയമങ്ങളും ചട്ടങ്ങളും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മൂല്യത്തിന് താഴെയുള്ളെന്ന് മാർപ്പാപ്പ മനസ്സിലാക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് ലോകത്തിന് വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നത്. അദ്ദേഹം വെളുപ്പിനെ ഇറങ്ങി വരുമ്പോൾ ഗാർഡ് നിൽക്കുക, കുറേ സമയം കൊണ്ട് രാത്രി മുഴുവൻ നിൽക്കുക. ഗാർഡിനോട് പാപ്പ ചോദിച്ചു, എന്തിനാ നിൽക്കുന്നത്, ഇരിക്കരുതോ? അയ്യോ, മോളിൽ നിന്നുള്ള കമാൻഡാ. എന്ത് ചെയ്യുന്നറിയാമോ? മാർപ്പാപ്പ അകത്ത് പോയി ഒരു കസേര എടുത്തിട്ടുകൊണ്ട് കൊടുത്തു, ഇരിക്കുക അവിടെ. പിടിച്ചവിടെ ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത അതിശയം, ബ്രെഡും ജാമും കാപ്പിയും മാർപ്പാപ്പ കൊണ്ടുവന്ന് ഗാർഡിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് പറയുന്നത്
ഞാനിത് ആശ്ചര്യമായിട്ട് ഓരോന്ന് ചെയ്യുന്നതിനെ കുറിച്ചല്ല. എൻ്റെ ആശയം ഇതാണ്: ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ് മറ്റെല്ലാത്തിനേക്കാളും വലുത്. ഇത് മാർപ്പാപ്പ മനസ്സിലാക്കി. അതാണ് ലോകം മുഴുവനും ഇന്ന് ചിന്താവിഷയമായിരിക്കുന്നത്. മാർപ്പാപ്പ ആയിക്കഴിഞ്ഞു. അദ്ദേഹം വിളിക്കുന്നു, ഫോൺ വിളിക്കുന്നു. ബ്യൂണസ് അയേഴ്സിൽ അദ്ദേഹത്തിന് പത്രം വിട്ടുകൊണ്ടിരിക്കുന്ന പത്രക്കാരനെ വിളിക്കുന്നു. ഡാനിയേലേ, ഞാൻ ബൊർഗോളിയോ ആണ് വിളിക്കുന്നത്. ബൊർഗോളിയോ എവിടുന്നാ? പത്രക്കാരൻ ചിരിച്ചു ചോദിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു, എടാ മോനെ, ഞാനിപ്പോൾ മാർപ്പാപ്പായാണ്, നീ ഒരു ഉപകാരം ചെയ്യണം. എനിക്കിനി പത്രം വിടണ്ട. ഇനിയിപ്പോൾ എനിക്ക് ഉടനെ അങ്ങോട്ട് തിരിച്ചു വരാൻ ഒക്കുന്നില്ല. അതാണ് ആ പോപ്പിൻ്റെ ശൈലി. അദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും എഴുതിയിരിക്കുകയാണ്. 30 ദിവസം ഈ പത്രക്കാരൻ ഡാനിയേല് പത്രം കൊണ്ട് കൊടുക്കും. 30-ാം ദിവസം ഈ ഫ്രാൻസിസ് മാർ ബൊർഗോളിയോ എന്തെന്നറിയാമോ? 30 റബ്ബർ ബാൻഡ് അവൻ്റെ കൊടുക്കും. എടാ, ഇത് നിനക്ക് പിന്നെ ഉപയോഗിക്കാം. ചെറിയ കാര്യങ്ങളിലാണ് ദൈവരാജ്യം, വലിയ കാര്യങ്ങളിലല്ല. നസ്രാനായ യേശു പഠിപ്പിച്ചതാണ്. ഈ ചെറിയ വല്ലൊരുത്തന് ചെയ്യുന്നതോ എനിക്കാവുന്നു ചെയ്യുന്നത്. ഇതാണ് നസ്രാനായ യേശുവിൻ്റെ പഠിപ്പീര്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അല്ല. ഈ കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഈ മാർപ്പാപ്പ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ശരിയും തെറ്റും നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഇതാണ് പൗരോഹിത്യ ശൈലിയിലുണ്ടാകേണ്ടത്. ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ശരിയും തെറ്റും നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് നിയമങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറയല്ല. എങ്കിലും അദ്ദേഹം ചെയ്തതെന്തെന്നറിയാമോ? പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതിൽ ഒരു സ്ത്രീക്ക് 7 പിള്ളേർ. ഞാൻ എൻ്റെ പുസ്തകത്തിൽ 8 പറഞ്ഞു. പിന്നെ ഞാൻ പുസ്തകം വായിച്ചപ്പോഴാണ് 7 കുട്ടികളേ ഉള്ളൂ. പിള്ളേരായെന്നറിയാൻ വയ്യ. 7 കുട്ടികൾ, പിള്ളേരെ അപ്പനായെന്നറിയാൻ വയ്യ. എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു തലത്തൊട്ടപ്പനെയും തലത്തൊട്ടമ്മയും കൊണ്ടുവന്നാട്ട്. ഒരു തലത്തൊട്ടപ്പനെയും തലത്തൊട്ടമ്മയും കൊണ്ടുവന്നു. അദ്ദേഹം മാമോദീസ മുക്കി കൊടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞുങ്ങൾ എന്ത് കഴിച്ചു? ഇത് കൊടുക്കേണ്ടത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. അവിടെ സഭയുടെ റൂളും ചട്ടവും ഒന്നും ആർച്ച് ബിഷപ്പ് ബൊർഗോളിയോ എടുത്തില്ല. ഹോർഹോ എന്ന പട്ടക്കാരനായിരിക്കുമ്പോൾ അദ്ദേഹം തകരക്കുടിലിൽ താമസിച്ചു. തകരക്കുടിൽ കുർബാന ചൊല്ലി. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, അയ്യോ, കുർബാന ചൊല്ലുന്ന ഇവിടെയാണോ? ജനങ്ങൾ വസിക്കുന്ന ഇവിടെയാണ്, ഇവിടെ കുർബാന ചൊല്ലിയാൽ മതി. ഇവിടെ കുർബാന അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഞാൻ പിന്നെ എവിടെ വേണം? പട്ടണത്തിൽ പോയി വലിയ മണിമാളിയെ കുർബാന ചൊല്ലണോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ആ തകരക്കുടിൽ വരാനൊക്കാത്തവർക്ക് അദ്ദേഹം കുർബാന അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. ഒരു ദിവസം കൊണ്ട് തുടങ്ങിയതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ബാല്യം പോലെ തുടങ്ങിയതാണ്. സ്നേഹം മാത്രമാണ് ശരിയും തെറ്റുവിൻ്റെ. അത് നസ്രാനായ യേശുവിൻ്റെ മാതൃകയാണ്. 300 ദീനാറുള്ള വലിയ സുഗന്ധദ്രവ്യം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പരിഹസിച്ചല്ലോ. ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞു, ഈതവളേൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാണ്, സ്നേഹത്തെ പ്രതി ചെയ്തതാണ്. സ്നേഹത്തെ പ്രതി ചെയ്യുന്നതിനാണ്. അവിടെ അളവുകോല്, ലോകത്തിൻ്റെ അളവുകോലൊന്നും ബാധമല്ല. അതുകൊണ്ട് ഈ സ്നേഹത്തെ പ്രതിയുള്ള പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്ന് എന്നിൽ നിന്നുണ്ടാകേണ്ടത്. സമയമാകുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങിയതുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള, അദ്ദേഹം പട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വാക്കുകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അഹറോന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അത് പരിമളം പരത്തുന്നു, അത് വിളുമ്പുകളിലേക്ക് ഒഴുകുന്നു. വിളുമ്പുകൾ ദരിദ്രന്മാർ, രോഗികൾ, ജയിൽ പുള്ളികൾ, തടവുകാർ, ചേരികൾ കഴിയുന്നവർ, ദരിദ്രന്മാർ, ഉടുതുണിയില്ലാത്തവർ, അവരിലേക്ക് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്. അഹറോന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അത് പരിമളം പരത്തുന്നു, അത് വിളുമ്പുകളിലേക്ക് ഒഴുകുന്നു. ദരിദ്രന്മാർ, രോഗികൾ, ജയിൽ പുള്ളികൾ, തടവുകാർ, അനാഥർ, വിധവമാർ, ചേരികൾ കഴിയുന്നവർ, അവരിലേക്ക് ഒഴുകട്ടെ. ആടിൻ്റെ ചൂര് മണക്കുന്ന ഇടയന്മാരായിരിക്കണം, സ്പ്രേയുടെ മണമല്ല. ആടിൻ്റെ ചൂര് മടക്കുന്ന ഇടയന്മാരായിരിക്കണം. അവരാണ് നല്ല അഭിഷിക്തർ. ജനം ആത്മാഭിഷേകരാകുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. പാപ്പ അല്ല, ക്രിസ്തുവാണ് സഭയുടെ കേന്ദ്രം. ക്രിസ്തുവാണ് സഭയുടെ ഹൃദയവും നായകനും.
ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി.